Theorem G39. If alpha is a 5 cycle in S5 and tau is a transposition in S5, then the subgroup generated by alpha tau. In notation means it is, we read this as subgroup generated by alpha and tau, that is equal to S5. സോ നമുക്കിവിടെ രണ്ട് എലമെൻറ്റ്സ് S5 രണ്ട് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്, ആൽഫയും ടോവും. ആൽഫ എന്ന് പറയുന്ന ഒരു 5 സൈക്കിളും ടോ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോസിഷൻ മീൻസ് സൈക്കിൾ ഓഫ് ലെങ്ത് 2. അങ്ങനെ ആണെങ്കിൽ ആൽഫയും ടോയും ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് S5 തന്നെയായിരിക്കും. സോ ഞാൻ ഈ ആൽഫയും ടോയും വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിനെ ഞാൻ എച്ച് എന്ന് വിളിക്കുകയാണ്. ലെറ്റ് എച്ച് ഈസ് ഈക്വൽ ടു സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആൽഫ ആൻഡ് ടോ. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എച്ച് ഈസ് ഈക്വൽ ടു S5 എന്ന് കാണിച്ചാൽ പ്രൂഫ് തീരും. ഇനി ആൽഫ എന്ന് പറയുന്നൊരു 5 സൈക്കിളാന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ ആൽഫ എനിക്ക് ഇഷ്ടമുള്ളൊരു 5 സൈക്കിൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തു, 1 2 3 4 5. ആൻഡ് ടോ എന്ന് പറയുന്നൊരു ട്രാൻസ്പോസിഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. സോ സൈക്കിൾ ഓഫ് ലെങ്ത് 2. സോ ഞാൻ ടോ ഈസ് ഈക്വൽ ടു 1i എന്ന് ചൂസ് ചെയ്തു. ഐ എന്ന് വെച്ചാൽ പിന്നെ S5 എലമെൻ്റ് അല്ലേ കേട്ടോ, അതുകൊണ്ട് ഐ എന്ന് പറഞ്ഞാൽ 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ജനറലായിട്ട് 1i എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇനി ആൽഫ എന്ന് പറയുന്നൊരു 5 സൈക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ ഏത് പവർ എടുത്താലും, ആൽഫ സ്ക്വയർ, ആൽഫയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൽഫ സ്ക്വയർ, ആൽഫ ക്യൂബ്, ആൽഫ റൈസ് ടു 4, ആൽഫ റൈസ് ടു ഏത് പവർ എടുത്താലും അതും വീണ്ടും ഒരു 5 സൈക്കിൾ തന്നെയായിരിക്കും. ഇനി ഞാൻ നൗ സം പവർ ഓഫ് ആൽഫ സേ ആൽഫ റൈസ് ടു കെ ക്യാരീസ് i to 1. ഈ ഇവിടെ നമ്മൾ ഐ എടുത്തല്ലോ, അപ്പോൾ ഈ ആൽഫയ്ക്കകത്തും ഇതേ 2 3 4 5 ഏതോ ആണ് ഈ ഐ എന്ന് പറയുന്നത്, ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഐ. സോ അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ ഏതെങ്കിലും പവർ എടുക്കുമ്പം അതിനകത്ത് ഈ ഐയുടെ ഇമേജ് 1 വരും. അത് ഉറപ്പാണ്, ഏതെങ്കിലും ഒരു പവർ എടുക്കുമ്പം ഐയുടെ ഇമേജ് 1 വരും. ഓക്കെ, സോ ഞാൻ അതിനെ കേത്ത് പവറാണ് ഐയെ 1ലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ എടുക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. സം പവർ ഓഫ് ആൽഫ, ആ പവർ കെ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സേ ആൽഫ റൈസ് ടു കെ ക്യാരീസ് i to 1. ദെൻ ബൈ ദ റിസൾട്ട്, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു റിസൾട്ടാണ്, നിങ്ങൾ റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. ഗാമ ഈസ് ഈക്വൽ ടു ഒരു പെർമിറ്റേഷൻ I0 I1 എക്സെട്ര i k - 1 ഈസ് എ കെ സൈക്കിൾ ഇൻ Sn. നമ്മൾ നോക്കിയാൽ അറിയാം I0 മുതൽ i k - 1 വരെ. സോ കെ എലമെൻറ്റ്സ് ഉള്ളൊരു സൈക്കിളാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് എ കെ സൈക്കിൾ ഇൻ Sn ആണ്. ആൻഡ് വേറൊരു പെർമിറ്റേഷൻ എടുക്കുന്നു, ആൽഫ എലമെൻറ്റ് ഓഫ് Sn. അങ്ങനെ ആണെങ്കിൽ ദെൻ ആൽഫ, ഈ ആൽഫ സൈക്കിളാണോ എന്നൊന്നുമില്ല കേട്ടോ. ദെൻ ആൽഫ ഗാമ ആൽഫ ഇൻവേഴ്സ് ഈസ് എ കെ സൈക്കിൾ ഗിവൺ ബൈ ആൽഫ ഗാമ ആൽഫ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആൽഫ I0 എന്ന് പറഞ്ഞാൽ ഗാമയിലെ ഫസ്റ്റ് എൻട്രിയാണ് I0. ആൽഫ I0 മീൻസ് ആൽഫയുടെ ഇമേജ്, ആൽഫ വെച്ചിട്ട് I0ൻ്റെ ഇമേജ് എന്താണ്, ദി ഇമേജ് ഓഫ് I0 അണ്ടർ ആൽഫയാണ് ആൽഫ I0. സോ അടുത്ത ആൽഫ I1 എക്സെട്ര ആൽഫ i k - 1, ഇങ്ങനെയാണത് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഇവിടെ എന്തുണ്ട്, ഞാൻ ഇവിടെ ഇതിനകത്ത് തിയറത്തിൽ ആൽഫ എലമെൻറ്റ് ഓഫ് Sn എടുക്കുന്നതിന് പകരം ആൽഫയുടെ പ്ലേസിൽ ആൽഫ റൈസ് ടു കെ കൊടുക്കുന്നു. പിന്നെ ഗാമ എന്ന് പറയുന്നൊരു കെ സൈക്കിൾ, നമ്മളിവിടുത്തെ നമ്മുടെ ടോയ് ഞാൻ ഗാമയുടെ പ്ലേസിൽ കൊടുക്കുകയാണ്. ടോയ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 2 സൈക്കിളാണ്. അപ്പോൾ ആ ടോയാണ് ഞാനിവിടെ ഗാമയുടെ പ്ലേസിൽ കൊടുക്കുന്നത്. സോ അങ്ങനെയാണ് ആൽഫ റൈസ് ടു കെ ഇൻറ്റു 1i ആൽഫ റൈസ് ടു -k. ആൽഫയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആൽഫ റൈസ് ടു കെയുടെ ഇൻവേഴ്സ് ആൽഫ റൈസ് ടു -k. സോ ഇത് വെച്ചിട്ട് ഇമേജ് എന്ത് കിട്ടും, ആൽഫ റൈസ് ടു കെ ഇൻറ്റു 1 ആൽഫ റൈസ് ടു കെ ഇൻറ്റു i. ഇനി നമുക്കറിയാം ആൽഫ റൈസ് ടു കെ എന്ന് പറയുന്നത് മാപ്സ് i to 1. സോ ആൽഫ റൈസ് ടു കെയുടെ ഇമേജ് ഓഫ് i അണ്ടർ ആൽഫ റൈസ് ടു കെ 1 വരും. സോ അടുത്ത സ്റ്റെപ്പിൽ അതിന് 1 എന്ന് കൊടുത്തു. ആൽഫ റൈസ് ടു കെയുടെ 1ൻ്റെ ഇമേജ് എന്താണ് ആൽഫ റൈസ് ടു കെ വെച്ചത് നമുക്ക് അറിയത്തില്ല. സോ അതിന് സം j എന്ന് കൊടുക്കുന്നു, വേർ j ഈസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു കെ 1. ഇനി ദിസ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് h ആയിരിക്കും. കാരണം എന്താ, നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ആൽഫ റൈസ് 3 പെർമിറ്റേഷൻസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതിൽ ആൽഫ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്, എച്ചിലെ എലമെൻറ്റ്. ആൽഫ എച്ചിലെ എലമെൻറ്റാണ്, എച്ച് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ആൽഫ റൈസ് ടു കെ എച്ചിലെ എലമെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സ് ആൽഫ റൈസ് ടു -kയും എച്ചിൽ കാണും. പിന്നെ ഈ 1 ടോ എന്ന് പറയുന്ന എലമെൻറ്റും 1i ടോയാണ്, ടോ എന്ന് പറയുന്ന എലമെൻറ്റും എച്ചിനകത്തുണ്ട്. സോ ഇത് മൂന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉറപ്പായിട്ടും എച്ചിലൊരു എലമെൻറ്റാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്, ആൽഫ റൈസ് ടു കെ 1 ആൽഫ റൈസ് ടു -k ഈസ് ഈക്വൽ ടു J1. ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ, ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് സൈഡിലും ഒരു ആൽഫ റൈസ് ടു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇതെന്താവും, ആൽഫ റൈസ് ടു കെ ഇൻറ്റു 1i ഈസ് ഈക്വൽ ടു J1 ഇൻറ്റു ആൽഫ റൈസ് ടു കെ എന്ന്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി കൺസിഡർ ആൽഫ റൈസ് ടു കെ ഇൻറ്റു 1i. ഇത് പെർമിറ്റേഷൻ്റെ പ്രോഡക്റ്റാണ്. ആൽഫ റൈസ് ടു കെ എന്ന് പറയുന്ന പെർമിറ്റേഷനും 1i എന്ന് പറയുന്ന പെർമിറ്റേഷനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ഞാൻ നോക്കുകയാണ്. ആൽഫ റൈസ് ടു കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാപ്സ് i to 1 ആണ്.
സോ ഐയുടെ ഇമേജ് എന്ത് വരും? ഈ പെർമ്യൂട്ടേഷൻ വെച്ചിട്ട് ഐ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് എന്ത് വരും എന്ന് നോക്കുവാണ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ആൽഫ റേസ് ടു കെ മാപ്സ് ഐ ടു 1 നമുക്കറിയാം. സോ ആദ്യത്തെ പെർമ്യൂട്ടേഷൻ അതായതുകൊണ്ട് ആൽഫ റേസ് ടു കെ ഐയെ 1ലേക്ക് മാപ്പ് ചെയ്തു. ഇനി 1 എങ്ങോട്ട് മാപ്പ് ചെയ്യും? 1i മാപ്സ് 1 ടു ഐ. സോ ഐയുടെ ഇമേജ് എന്ത് വരും? ആൽഫ റേസ് ടു കെ ഇൻറ്റു 1i എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ മാപ്സ് ഐ ടു ഐ. ഓക്കെ, ഇനി നൗ കൺസിഡർ 1i ഇൻറ്റു ആൽഫ റേസ് ടു കെ, അതിൻ്റെ ഇമേജ് എന്ത് വരും? ഐയുടെ ഇമേജ് എന്ത് വരും എന്ന് നോക്കാം മാപ്പ് വെച്ചിട്ട്. സോ 1i മാപ്സ് ഐയെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ഐയെ 1ലേക്ക്. ഇനി 1ൻ്റെ ഇമേജ് എന്താണെന്ന് ആൽഫ റേസ് ടു കെ വെച്ചിട്ട് കിട്ടണം. പക്ഷേ ആൽഫ റേസ് ടു കെ വെച്ചിട്ട് നമുക്ക് 1ൻ്റെ ഇമേജ് ആക്ച്വലി അറിയത്തില്ല. കാരണം ആൽഫ റേസ് ടു കെ ഐയെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. 1ൻ്റെ ഇമേജ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സിൻസ് ആൽഫ ഈസ് എ 5 സൈക്കിൾ, ആൽഫ റേസ് ടു കെ ഈസ് ഓൾസോ എ 5 സൈക്കിൾ. അങ്ങനെയാണ് റിസൾട്ടാണത്. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊരു 5 സൈക്കിൾ, ഏത് 5 സൈക്കിൾ എന്നല്ല, ഇപ്പോൾ നമ്മളൊരു ഏതൊരു സൈക്കിൾ എടുത്തിട്ട് അതിൻ്റെ എത്ര പവർ എടുത്താലും അത് വീണ്ടും അതേ ഓർഡറുള്ള സൈക്കിളായിരിക്കും. ഹിയർ ആൽഫ റേസ് ടു കെ മാപ്സ് ഐ ടു 1, അത് നമുക്കറിയാം. സോ ആൽഫ റേസ് ടു കെ ഡസ് നോട്ട് മാപ്പ് 1 ടു ഐ. ആൽഫ റേസ് ടു കെ ഐയെ 1ലേക്ക് മാപ്പ് ചെയ്തിന് 1നെയും കൂടെ ഐയിലേക്ക് മാപ്പ് ചെയ്ത് ആൽഫ റേസ് ടു കെ എന്ന് പറയുന്ന ഒരു 2 സൈക്കിൾ, 1i എന്ന് പറയുന്ന 2 സൈക്കിളായി പോകും. ബിക്കോസ് ആൽഫ റേസ് ടു കെ ബിക്കംസ് എ ട്രാൻസ്പോസിഷൻ മാപ്പ് ചെയ്താൽ. പക്ഷേ ആൽഫ റേസ് ടു കെ ഒരു 5 സൈക്കിളാണ്. അതുകൊണ്ട് എന്താണെങ്കിലും 1ൻ്റെ ഇമേജ് ഐ ആയിരിക്കില്ല. സോ നമുക്കിവിടെ അറിയാം 1i മാപ്സ് ഐ ടു 1. ഇനി ആൽഫ റേസ് ടു കെ ഡസ് നോട്ട് മാപ്പ് ഐ ടു 1, ഐയെ 1ലേക്ക് മാപ്പ് ചെയ്യില്ല എന്ന്. സോ ആൽഫ റേസ് ടു കെ ഡസ് നോട്ട് മാപ്പ് 1 ടു ഐ എന്ന് കിട്ടി. സോ അതുകൊണ്ട് 1i ഇൻറ്റു ആൽഫ റേസ് ടു കെ വെച്ചിട്ട് ഐയുടെ ഇമേജ് ഒരിക്കലും ഐ വരില്ല. സോ ഡസ് നോട്ട് മാപ്പ് ഐ ടു ഐ എന്ന് കിട്ടും. എന്നാൽ ആൽഫ റേസ് ടു കെ ഇൻറ്റു 1i മാപ്സ് ഐ ടു ഐ എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് പെർമ്യൂട്ടേഷൻസും ഈക്വൽ അല്ല എന്ന് കിട്ടും. സോ ആൽഫ റേസ് ടു കെ ഇൻറ്റു 1i നോട്ട് ഈക്വൽ ടു 1i ഇൻറ്റു ആൽഫ റേസ് ടു കെ. ഇനി ഇക്വേഷൻ നമ്പർ 1 എടുത്ത് അത് പറയുന്നത് എന്താണ്? ആൽഫ റേസ് ടു കെ ഇൻറ്റു 1i ഈസ് ഈക്വൽ ടു J1 ഇൻറ്റു ആൽഫ റേസ് ടു കെ ഇൻറ്റു 1iക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൽഫ റേസ് ടു കെ ഇൻറ്റു 1iക്ക് പകരം J1 ഇൻറ്റു ആൽഫ റേസ് ടു കെ. സോ എന്താകും? J1 ഇൻറ്റു ആൽഫ റേസ് ടു കെ നോട്ട് ഈക്വൽ ടു 1i ഇൻറ്റു ആൽഫ റേസ് ടു കെ എന്ന് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ആൽഫ റേസ് ടു കെ രണ്ടിനും റൈറ്റ് സൈഡിലാണ് വരുന്നത്. ആദ്യം വരുന്നത് ഇവിടെ J1, ഇവിടെ 1i. അങ്ങനെ ആണെങ്കിൽ ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കും. കാരണം ഐ ഈക്വൽ ടു ജെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം ആകത്തില്ലേ? 1iയും 1jയും. ഐയും ജെയും സെയിം ആണ്, രണ്ടും ഐ ആണ് വരുന്നതെങ്കിൽ 1i എന്ന് പറഞ്ഞാലും i1 എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം പെർമ്യൂട്ടേഷൻ അല്ലേ? ഐയെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 1നെ ഐയിലേക്ക് മാപ്പ് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻ. സോ ഇത് രണ്ടും നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ അവിടെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയി പോകും. സോ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് കിട്ടും. ഇനി ഞാൻ ഈ 1i 1j എന്ന് പറയുന്ന രണ്ട് ട്രാൻസ്പോസിഷൻ്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1ij. നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നൊരു റിസൾട്ടാണ് ഈ A1 A2 എക്സെട്ര AN എന്ന് പറയുന്നൊരു സൈക്കിൾ n സൈക്കിളാണ് ഞാൻ പറയുന്നത്. അതിൽ എൻട്രീസ് A1 A2 എക്സെട്ര AN. അങ്ങനെ ആണെങ്കിൽ നമുക്കതിനെ ട്രാൻസ്പോസിഷൻസിൻ്റെ പ്രോഡക്റ്റാക്കി എഴുതുന്ന ഒരു രീതിയുണ്ട്. A1 A2 ട്രാൻസ്പോസിഷൻസ് ആണ്. ഫസ്റ്റ് ട്രാൻസ്പോസിഷൻ A1 A2 ഇൻറ്റു A1, ഫസ്റ്റ് എൻട്രി ആയ A1 തന്നെ A1 ഇൻറ്റു A3, പിന്നെ A1 ഇൻറ്റു A4, ലാസ്റ്റ് ട്രാൻസ്പോസിഷൻ A1 AN. സോ 1i ഇൻറ്റു 1j എനിക്ക് അങ്ങനെ എഴുതാം, 1ij എന്ന് എഴുതാം. ഓക്കെ, സൈക്കിൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ 1ij എന്ന് പറയുന്ന സൈക്കിളാവും വരിക. ഓക്കെ, സോ ഇത് രണ്ടും എന്തിലെ എലമെൻറ്റ്സ് ആണ്? 1i എന്ന് പറഞ്ഞാൽ ടോയാണ്. അത് എവിടുത്തെ എലമെൻ്റ് ആണ്? എച്ചിലെ എലമെൻ്റ് ആണ്. ഇനി എച്ച് എന്ന് പറയുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആൽഫയും ടോയും ആണ്. ഇനി 1j എന്ന് പറയുന്നതും എവിടുത്തെ എലമെൻ്റ് ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. നമ്മൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? J1 എന്ന് പറയുന്നതും 1j എന്ന് പറയുന്നതും സെയിം ആണ്, ട്രാൻസ്പോസിഷൻ ആയതുകൊണ്ട്. അത് എവിടുത്തെ എലമെൻ്റാണെന്ന് കിട്ടി? എച്ചിലെ എലമെൻ്റാണെന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ 1iയും 1jയും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പം 1j എന്ന് പറഞ്ഞാൽ J1 തന്നെ. എനിക്ക് ഈ രീതിയിൽ പെട്ടെന്ന് എഴുതാവുന്നതുകൊണ്ടാണ് ഞാൻ 1j എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. 1iയും 1jയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു 3 സൈക്കിളാണ് കിട്ടിയത്. ഇത് രണ്ടും എച്ചിലെ എലമെൻറ്റ്സ് ആണ്. എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതും എച്ചിൽ വരും. സോ ആൻ എലമെൻറ്റ് 1ij, സൈക്കിൾ 1ij ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ 3 കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്ന് കിട്ടും. ഓക്കെ, ദെർഫോർ ഓർഡർ ഓഫ് എച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2, 3 ആൻഡ് 5. നമുക്കറിയാം എച്ചിലെ ടോ എന്ന് പറയുന്ന എച്ചിലെ ഒരു എലമെൻ്റ് ആണ്. സോ അതിൻ്റെ ഓർഡർ 2 ആണ്. സോ 2 വെച്ച് എച്ചിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ ആൽഫ എന്ന് പറയുന്നത് എച്ചിലെ എലമെൻ്റ് ആണ്. അതിൻ്റെ ഓർഡർ 5 ആണ്. 5 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ 2ഉം 5ഉം വെച്ച് ഉള്ള എലമെൻറ്റ്സും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 ഓർഡറുള്ളൊരു എലമെൻറ്റ് എച്ചിനകത്തുണ്ടെന്നും കിട്ടി. സോ അതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഏതൊക്കെ നമ്പേഴ്സാണ്? 2, 3 ആൻഡ് 5. ഇത് 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം.
സോ ദാറ്റ് ഇംപ്ലൈസ് ഓർഡർ ഓഫ് എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 2ഉം 3Hഉം 3 അതിനകത്ത് ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 3 × 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഓർഡർ ഓഫ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് കിട്ടും. എന്നാൽ ലെമ്മ G38 ലെമ്മ G38 പറയുന്നത് എന്താണ്? SY ഹാസ് നോ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 30 ഓർ 40. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ഓഫ് SY ആണ്. SYക്ക് 30 ഓർഡറുള്ള സബ് ഗ്രൂപ്പോ 40 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പോ ഇല്ല. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ പിന്നെ ഓർഡർ ഓഫ് എച്ചിൽ എന്തൊക്കെ ആകാനേ പറ്റുള്ളൂ? സോ ഓർഡർ ഓഫ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. എന്നാൽ 30 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് 40 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് SYനില്ല. പിന്നെ ഏതൊക്കെ ഓർഡേഴ്സാണ് പോസിബിൾ? 60ഉം 120ഉം. കാരണം ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് SY ആണ് 120. അങ്ങനെയാണ് പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 30ക്ക് മേളിലായിരിക്കണം. സോ 60ഉം 120 വരുള്ളൂ. ഇനി ഇഫ് ഓർഡർ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 60 ആണെങ്കിൽ ദെൻ എച്ച് ഈസ് ഈക്വൽ ടു A5. കാരണം A5ൻ്റെ ഓർഡറാണ് 60 എന്ന് പറയുന്നത്. ആ സബ് ഗ്രൂപ്പ് A5 ആയിരിക്കും. ബിക്കോസ് AN ഈസ് ദ ഒൺലി സബ് ഗ്രൂപ്പ് ഓഫ് SN ഹാവിങ് ഇൻഡെക്സ് 2. അതുകൊണ്ട് തന്നെ A5 ആണ്. ഇതിൻ്റെ ഇൻഡെക്സ് 2 ആയിരിക്കുമല്ലോ. കാരണം ഓർഡർ ഓഫ് A5 ബൈ ഓർഡർ ഓഫ് SN ബൈ ഓർഡർ ഓഫ് A5 120/62 വരും. അതുകൊണ്ട് തന്നെ ആ സബ് ഗ്രൂപ്പ് A5 ആകാനേ പാടുള്ളൂ. ബട്ട് H നോട്ട് ഈക്വൽ ടു A5 ബിക്കോസ് ടോ എലമെൻറ്റ് ഓഫ് H ഈസ് ആൻ ഓഡ് പെർമ്യൂട്ടേഷൻ. A5 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ്. നമ്മൾ ടോ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എന്തായിരുന്നു? 1I ആണ്. അതെന്ന് പറഞ്ഞാൽ ഒറ്റ പെർമ്യൂട്ടേഷനില്ല, പ്രോഡക്റ്റ് ഓഫ് 1 പെർമ്യൂട്ടേഷനിലേ വരുന്നുള്ളൂ. സോ അത് ഓഡ് പെർമ്യൂട്ടേഷനാണ്. ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് അല്ലേ അതിനകത്ത് വരുന്നുള്ളൂ, ഒറ്റ ട്രാൻസ്പോസിഷനേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഓഡ് പെർമ്യൂട്ടേഷനാണ്. അത് എലമെൻറ്റ് ഓഫ് H എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ Hന് A5 ആകാൻ പാടില്ല. A5 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഈവൻ പെർമ്യൂട്ടേഷൻസ്. അങ്ങനെ A5 ആകാൻ പാടില്ലെങ്കിൽ പിന്നെ ഓർഡർ ഓഫ് Hന് എന്ത് പോസിബിലിറ്റി ആകാൻ പറ്റുള്ളൂ? 120. ഓർഡർ ഓഫ് H 120 ആയ H എന്ത് തന്നെയായിരിക്കും? S5 തന്നെയായിരിക്കും. സോ H ഈസ് ഈക്വൽ ടു S5 എന്ന് കിട്ടും. H എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആൽഫ ആൻഡ് ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു S5 എന്ന് കിട്ടും.